മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 94-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ത്വല്ലോകാദന്യലോകക്വനു ഭയരഹിതോ യത്പരാർത്ഥദ്വയാന്തേ ത്വദ്ഭീത സത്യലോകേപി ന സുഖവസതി പത്മഭൂ പത്മനാഭ. ഏവം ഭാവേ ത്വധർമാർജിതബഹുതമസം കാ കഥാ നാരകാണം തന്മേ ത്വം ഛിന്ധി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. നേരത്തെ തന്നെ പറയുകയുണ്ടായി, ബാക്കി എല്ലാ ഉപായങ്ങളും ഏകാന്തികവുമല്ല ആത്യന്തികവുമല്ല എന്ന് പറയണം. ഫലം കിട്ടുന്നുള്ളത് ഉറപ്പില്ല, എന്നാൽ എന്നത്തേക്കുമായിട്ടുള്ള ഫലം കിട്ടണതുമില്ല. അങ്ങനെയുള്ളത് ഭഗവാന്റെ ഭക്തി ആശ്രയം ഒന്ന് മാത്രമാണ്. ആ ഉപായം മാത്രമേ ഏകാന്തമായിട്ടും ആത്യന്തികമായിട്ടും രക്ഷ, ദുഃഖങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള മോചനം നൽകുള്ളൂ എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിനെ തന്നെ ഒന്നും കൂടിയും വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ. ആ ബാക്കിയുള്ള ലോകങ്ങളൊന്നും ഏത് തരത്തിലുള്ളതായിട്ടുള്ള പ്രയത്നം കൊണ്ട് ചെയ്താലും അത് പരിപൂർണമായിട്ടുള്ള ഫലത്തെ നൽകില്ല എന്നുള്ളത് ഒന്നും കൂടിയും പൊറപ്പിക്കുകയാണ് ഇവിടെ പറയണത്. ത്വല്ലോകാദന്യലോക ക്വനു ഭയരഹിത. ത്വല്ലോകാത് അങ്ങയുടെ ലോകം, അതായത് വൈകുണ്ഠം എന്ന് പറയാം, അതല്ലെങ്കിൽ അങ്ങയുടെ ആ സാരൂപ്യം എന്നുണ്ടല്ലോ, സാരൂപ്യം പ്രാപിക്കുമ്പോൾ അങ്ങേയത്തിൻ്റെ തന്നെ ഒന്നായിട്ട് തീരും. ആ ലോകം ഭഗവാന്റേതായിട്ടുള്ള ലോകം, ആ വൈകുണ്ഠലോകം, അതിൽ നിന്ന് ഭിന്നമായിട്ട് ത്വല്ലോകാത് അന്യലോക, അതിൽ നിന്ന് അന്യമായിട്ടുള്ള ലോകം ക്വനു, അതെവിടെയുണ്ട്, എവിടെയില്ല എന്ന് പറയുകയാണ്. അങ്ങയുടെ ലോകത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു ലോകം, എങ്ങനെയുള്ള ലോകം? ക്വനു, അതെവിടെയുണ്ട്? ഭയരഹിത, ഭയം തീരെ ഇല്ലാണ്ടാക്കാവുന്നതായിട്ടുള്ള ലോകം അങ്ങയുടെ ആ പദമല്ലാതെ കണ്ട് വേറെ ഏതാണുള്ളത്? വേറെ ഏതാണുള്ളത് വെച്ചാൽ വേറെ ഒന്നുമില്ല എന്ന് സാരം. അന്യലോക ക്വനു ഭയരഹിത, അങ്ങനെ ഭയരഹിതമായിട്ടുള്ള ആ ഒരു ലോകം, അത് അങ്ങയുടെ ലോകമല്ലാതെ കണ്ട് വേറെ എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. യത് പരാർത്ഥദ്വയാന്തേ, എന്താ അതിന് കാരണം പറയണത്? ഒരു കാരണം അത് വിശദീകരിക്കുകയാണ്. അതല്ലാണ്ട് വേറെ ഒന്നൊരു ലോകമില്ല എന്ന് വിശദീകരിക്കുകയാണ്. യത് എന്തെന്നാൽ പരാർത്ഥദ്വയാന്തേ, പരാർത്ഥദ്വയത്തിൻ്റെ അവസാനത്തിൽ, അതായത് ഒരു പരാർത്ഥത്തിൻ്റെ രണ്ട് പരാർത്ഥങ്ങൾ, പരാർത്ഥദ്വയം എന്ന് പറയുമ്പോൾ രണ്ട് പരാർത്ഥമാണ് ബ്രഹ്മാവിൻ്റെ ജീവിതകാലം. ഇത് നേരത്തെ പറയുണ്ടായിട്ടുണ്ട്. ആ പരാർത്ഥങ്ങൾ ബ്രഹ്മാവിൻ്റെ ജീവിതകാലം എത്രയാണെന്നുള്ളതൊക്കെ നേരത്തെ പറയുണ്ടായിട്ടുണ്ട്. ആ രണ്ട് പരാർത്ഥങ്ങളാണ് ഭഗവാന്റെ ജീവിതകാലം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ പരാർത്ഥദ്വയാന്തേ, ആ രണ്ട് പരാർത്ഥങ്ങൾ അവസാനിക്കുന്നതായിട്ടുള്ള സമയത്തിൽ, പരാർത്ഥദ്വയാന്തേ അതായത് ബ്രഹ്മാവിൻ്റെ ആയുസ് രണ്ട് പരാർത്ഥമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പരാർത്ഥം അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിനും പേടിയായി, ഞാൻ മരിക്കുമോ എന്നുള്ളതായിട്ടുള്ള ഭയം ബ്രഹ്മാവിനും ഉണ്ടാവുമെന്നാണ്. പരാർത്ഥദ്വയാന്തേ, പരാർത്ഥദ്വയത്തിൻ്റെ അവസാനത്തിൽ യത് പരാർത്ഥദ്വയാന്തേ ത്വദ്ഭീത, അങ്ങയെക്കുറിച്ച് ഭയത്തോടുകൂടി, അതായത് അങ്ങയുടെ കീഴിലാണ് എല്ലതും, ഭഗവാന്റെ കീഴിലാണ് എല്ലാം എന്നറിയാം, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ജനനമരണങ്ങളൊക്കെ എന്നറിയാം. അപ്പോൾ ഈ രണ്ട് പരാർത്ഥം അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിനും പേടി തുടങ്ങും. എന്താണ്? എൻ്റെ മരണം അടുത്തു എന്നുള്ളതായിട്ടുള്ള ആ ഭീതി ബ്രഹ്മാവിന് പോലും ഉണ്ടാകും എന്നാണ് പറയണത്. യത് പരാർത്ഥദ്വയാന്തേ ത്വദ്ഭീത, അങ്ങയിൽ നിന്ന് ഭയത്തോടുകൂടി, അങ്ങയെ ഭയപ്പെട്ടുകൊണ്ട്, ത്വദ്ഭീത അങ്ങയുള്ളതായ ഭയത്തോടുകൂടി, എന്നാണ് അങ്ങൻ്റെ ഈ ജന്മം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതായ ഭയത്തോടുകൂടി, സത്യലോകേപിന സുഖവസതി പത്മനാഭ എന്ന് സംബോധന, പത്മഭൂഹു
പത്മഭൂവായിട്ടുള്ള ആ ബ്രഹ്മാവ് സത്യലോകേ അഭി, സത്യലോകത്തിലും ന സുഖവസതി, സുഖമായി വസിക്കുന്നവനല്ല എന്ന് പറയുകയാണ്. അതായത് ആ സത്യലോകത്തിൽ വസിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവിന് പോലും പരാർത്ഥം കഴിയുമ്പോൾ, രണ്ട് പരാർത്ഥം കഴിയുമ്പോൾ തൻ്റെ മരണഭയം ഉണ്ടാകുന്നു. അതായത് ഭഗവാനെക്കുറിച്ചുള്ളതായ ഭയം ഉണ്ടാകുന്നു. ഭഗവാന്റെ അധീനത്തിലാണ് ഇത്, തൻ്റെ കാലം അവസാനിക്കാറായി എന്നുള്ളതായിട്ടുള്ള ആ ഭയം ഉണ്ടാകുന്നുണ്ട് ബ്രഹ്മാവിന് പോലും എന്ന് പറയാണ്. യൽ പരാർത്ഥദ്വയാന്തേ ത്വൽഭീത, അങ്ങയെക്കുറിച്ച് ഉള്ള ഭയത്തോടു കൂടി പത്മഭൂഹു, പത്മത്തിൽ നിന്ന് ജനിച്ചവനായ അങ്ങയുടെ ഉക്കിളിലുള്ളതായ താമരയിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവ് പോലും സുഖവസതി, സുഖമായി വസിക്കുന്നില്ല. എന്താ വെച്ചാൽ അവിടെയും ഈ മരണഭയം ഉണ്ടാവുന്നുണ്ട് ബ്രഹ്മാവിന്. എന്താ വെച്ചാൽ അത്രയേ ഉള്ളൂ തൻ്റെ ആയുസ് എന്നറിയാം. അപ്പോൾ ആ മരണഭയം ഉള്ളത് കൊണ്ട് അവിടെ ഇരിക്കുന്നതായിട്ടുള്ള സത്യലോകത്തിൽ സർവ്വസുഖഭോഗങ്ങളോടും കൂടി വസിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവിന് പോലും സുഖം അല്ല വാസം എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയെല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ആ സത്യലോകത്തിൽ വസിക്കുന്ന ബ്രഹ്മാവിനും കൂടി ഭയമുണ്ട്, ഭയരഹിതനല്ല അദ്ദേഹം എന്ന് വരുമ്പോൾ സുഖവസതി പത്മഭൂ പത്മനാഭ ഏവം ഭാവേ, അങ്ങനെയാണെന്നിരിക്കേ ബ്രഹ്മാവിനും കൂടി ഭയമുണ്ട് എന്നിരിക്കേ ഏവം ഭാവേ തു അധർമാർജിത ബഹുതമസാം കാ കഥാ നാരകാണാം. അധർമാർജിത ബഹുതമസാം, അധർമ്മം കൊണ്ട് ലഭിച്ചതായിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് നരകത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അധർമാർജിത ബഹുതമസാം, അധർമ്മം കൊണ്ട് ആർജിതമായിട്ടുള്ള ബഹു തമസ്സുകളോടുകൂടിയ തമസ് വെച്ചാൽ അജ്ഞാനം, ആ അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള സംസാര ദുഃഖം, ആ സംസാര ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ കഥ പിന്നെ പറയാനുണ്ടോ? കാ കഥ, അവരെക്കുറിച്ച് എന്താ പറയേണ്ടത്? അവർക്കൊട്ടും സുഖം ഉണ്ടാവില്ല എന്ന് പറയാണ്. കാ കഥ നാരകാണം, നരകത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആ ജനങ്ങൾ തങ്ങൾ ചെയ്തതായിട്ടുള്ള അധർമ്മഫലങ്ങളെ കൊണ്ട് നരകത്തിൽ വസിക്കേണ്ടി വരുന്നതായിട്ടുള്ള ആളുകളുടെ ഗതി പറയാനുണ്ടോ? അവർക്ക് ഒരിക്കലും സുഖം ഉണ്ടാവില്ല. എത്ര ഇതായാലും ഭഗവാനെ പ്രാപിച്ചാലല്ലാതെ കണ്ട് സുഖം ഉണ്ടാവില്ല, ബാക്കി ഒന്നുകൊണ്ടും സുഖം ഉണ്ടാവില്ല എന്ന് പറയാണ്. ഏവം ഭാവേ, ഇപ്രകാരമായിരിക്കേ അധർമാർജിത ബഹുതമസാം, അധർമാർജിതമായിട്ടുള്ള ബഹു തമസ്സുകളോടുകൂടിയതായ നാരകാണാം, നരകത്തിൽ വസിക്കുന്നവരുടെ കഥ കാ കഥ, എന്താണ് പറയാനുള്ളത്? തന്മേ, അതുകൊണ്ട് ത്വം മേ ചിന്തി ബന്ധം, എൻ്റെ എല്ലാ ബന്ധങ്ങളെയും അങ്ങ് അവസാനിപ്പിക്കൂ. എനിക്ക് എല്ലാറ്റിനോടുമുള്ളതായ ബന്ധം ഇല്ലാതാക്കിയിട്ട് വിരക്തി വരുത്തി അങ്ങയെ തന്നെ ശരണം പ്രാപിക്കാനായിട്ടുള്ളതായ സംഗതി ഉണ്ടാക്കിത്തരൂ. അത് ഉണ്ടാക്കിത്തരാൻ അങ്ങയ്ക്ക് കഴിവുണ്ട്. എന്തുകൊണ്ട്? കൃപാപൂരസിന്ധോ എന്നാണ് സംബോധന ഇവിടെ. കൃപയുടെ പൂരം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ളൊരു സിന്ധു സമുദ്രമാണ് അങ്ങ്. അപ്പോൾ അങ്ങയ്ക്ക് ആ കാരുണ്യഭാരതി ആയിട്ടുള്ളതായ അങ്ങയ്ക്ക് അതിനുള്ളതായിട്ടുള്ള കഴിവുണ്ട്. തന്മേ ത്വം ചിന്തി ബന്ധം, അതുകൊണ്ട് അങ്ങ് എൻ്റെ ബന്ധത്തെ, എല്ലാ ഐഹികമായിട്ടുള്ള സർവബന്ധങ്ങളെയും ചിന്തി മുറിച്ചു കളയൂ. വരദ, എല്ലാ വരങ്ങളെയും നൽകുവാൻ കഴിവുള്ളതായ നൽകുന്നതായ അല്ലയോ കൃപാപൂരസിന്ധോ കൃപണബന്ധോ, കൃപണന്മാരുടെ അതായത് കഴിവില്ലാത്തവരുടെ ബന്ധുവാണ് അങ്ങ്. അങ്ങനെയുള്ള കരുണാപൂർണ സിന്ധുവാണ്, കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സമുദ്രവുമാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് അതിനുള്ളതായിട്ടുള്ള കഴിവുണ്ട്. അങ്ങ് എൻ്റെ എല്ലാ ബന്ധങ്ങളെയും മുറിച്ചു കളയൂ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥന. ത്വല്ലോകാദന്യലോകക്കുനു ഭയരഹിതോ യത് പരാർത്ഥദ്വയാന്തേ ത്വദ്ഭീത സത്യലോകേപി ന സുഖവസതി പത്മഭൂ പത്മനാഭ. ഏവം ഭാവേ ത്വധർമാർജിത ബഹുതമസം കാ കഥാ നാരകാണം. തന്മേ ത്വം ചിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ.
പേടിക്കാതെ വസിക്കാൻ ഒരു ഭവനമതങ്ങുള്ളതോ നിന്റെ മാത്രം ബ്രഹ്മാവും സത്യലോകേ ഭയമുടെ മരുവുന്ന അന്ത്യകാലത്തിൽ നിന്നെ. അപ്പോൾ ദുഷ്കർമ്മഭാരാൽ വളരെ വലയുമീ മർത്യരേ എന്തു ചൊല്ലാം. തന്മൂലം നീക്കു ബന്ധം വരദ കരുണ തന്നാഴിയാമാർത്തബന്ധോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.